ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് അപ്പു. എൻ്റെ വീടിൻ്റെ പുറകിലത്തെ വീട്ടിൽ താമസിക്കുന്ന രമചേച്ചിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു 3-4 വർഷമായിട്ടുണ്ടാവും രമചേച്ചി അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ അടുത്താണ് ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടാവുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ട്. ചേച്ചിയുടെ കല്യാണം എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. എൻ്റെ അച്ഛൻ ലോറി ഡ്രൈവറാണ്, അമ്മ ഹൗസ് വൈഫാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഒരു ഞായറാഴ്ച ദിവസം അന്ന് ആദ്യമായിട്ടാണ് രമചേച്ചി വീട്ടിലേക്ക് വരുന്നത്. അമ്മയും ചേച്ചിയും നല്ല കൂട്ടൊക്കെയാണ്, പക്ഷേ ചേച്ചി അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടില്ല. അമ്മ ആരോടോ സംസാരിക്കുന്ന കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ എണീറ്റ് റൂമിൻ്റെ പുറത്തേക്ക് വന്നു. രമചേച്ചി ആയിട്ടാണ് അമ്മ സംസാരിക്കുന്നത്. രമചേച്ചി പറ്റി പറയുകയാണെങ്കിൽ ഒരു 38 വയസ്സൊക്കെ ഉണ്ടാവും. നല്ല തടിയുണ്ട്, അത്യാവശ്യം വെളുത്തിട്ടാണ്, മുഖത്ത് നല്ല ഐശ്വര്യമെല്ലാം ഉണ്ട്. ചേച്ചിക്ക് ഒരു മോളുണ്ട്, കോളേജിൽ പഠിക്കുകയാണ്. ഹസ്ബൻഡിന് ബിസിനസ്സാണ്. ഞാൻ മുഖമെല്ലാം കഴുകിയിട്ട് വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി. എന്നെ കണ്ടതും രമചേച്ചി ഒന്ന് ചിരിച്ചു, ഞാനും ചിരിച്ചു. അമ്മ എന്നോട് പറഞ്ഞു, എടാ ഇത് രമ നമ്മുടെ വീടിൻ്റെ പുറകുവശത്താണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആ അമ്മേ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇത് അപ്പു, എൻ്റെ മോനാണ്. എന്നെ അമ്മ രമചേച്ചിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എടാ അപ്പു, ചേച്ചിയുടെ ഹസ്ബൻഡും മോളും നാട്ടിൽ പോയേക്കാണ്. ഒരാഴ്ച കഴിഞ്ഞേ വരുവുള്ളൂ. ചേച്ചിക്ക് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊന്നും വാങ്ങാൻ അത്ര പരിചയമില്ല. നീ കുറച്ച് സാധനം വാങ്ങിക്കൊടുക്കുമോ എന്ന് ചോദിക്കാനാണ് ചേച്ചി വന്നത്. അമ്മ എന്നോട് പറഞ്ഞു, ശരി ഞാൻ വാങ്ങിക്കൊടുക്കാം. ഇത് കേട്ടപ്പോൾ ചേച്ചി എൻ്റെ നേരെ ഒരു ലിസ്റ്റ് നീട്ടി. ഞാൻ സാധനമെല്ലാം വാങ്ങി ചേച്ചിയുടെ വീട്ടിലേക്ക് വരാം അങ്ങനെ പറഞ്ഞ് ഞാൻ ബൈക്കും എടുത്തു പോയി. ലിസ്റ്റിൽ ഉള്ളതെല്ലാം വാങ്ങി കുറച്ച് സമയമെടുത്തു. അങ്ങനെ തിരിച്ച് ഞാൻ ചേച്ചിയുടെ വീട്ടിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് ആ വീട്ടിൽ ചെല്ലുന്നത്. വീടിൻ്റെ മുറ്റം നിറയെ പൂക്കളായിരുന്നു. സൈഡിൽ ഒരു മീൻകുളവുമുണ്ട്. അതിൽ നിറയെ അലങ്കാര മത്സ്യങ്ങളും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ബെല്ലടിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ അപ്പുവാണ്, സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഡാ അപ്പു, നീ വന്നോ? നീ ഒന്ന് അകത്തേക്ക് കയറി വരുമോ? ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെരുപ്പൂരി വെച്ച് സാധനങ്ങളെടുത്ത് അടുക്കളയിലേക്ക് നടന്നു. ചേച്ചി അടുക്കളയിൽ ഒരു പലകയിൽ ഇരുന്ന് മീൻ വെട്ടുകയാണ്. കുമ്പളങ്ങ 3/4 ഭാഗവും കവറിന് പുറത്ത് കിടക്കുന്നു. ചേച്ചി സാധനമെല്ലാം കിട്ടി. മാർക്കറ്റിൽ നല്ല തിരക്കായിരുന്നു, പോരാത്തതിന് നല്ല വെയിലും. ഇത് കേട്ടപ്പോൾ ചേച്ചി പറഞ്ഞു, എടാ അപ്പു, ഒരു 10 മിനിറ്റ്, മീൻ ഇപ്പോൾ വെട്ടിത്തീരും. നീ ഒന്ന് നിൽക്കുമോ? ഞാൻ അത് കഴിഞ്ഞ് നാരങ്ങ വെള്ളം കലക്കിത്തരാം. എനിക്കും അതുതന്നെയായിരുന്നു വേണ്ടത്. അതുവരെ ചേച്ചി മീൻ വെട്ടുന്നതും നോക്കി നിൽക്കാൽ. ചേച്ചി എന്നോട് പഠിത്ത കാര്യത്തെപ്പറ്റി എല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് എൻ്റെ മീൻ വലുതായത്. ചേച്ചി മീൻ വലുതായി അനങ്ങുന്നത് കണ്ടു. ചേച്ചി എൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇപ്പോൾ നാരങ്ങ വെള്ളം ഒന്നും വേണ്ട, വീട്ടിൽ അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. അങ്ങനെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. വീടിൻ്റെ മുറ്റത്ത് അമ്മ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നല്ല തലവേദന, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ റൂമിൽ കയറി മീൻ വെട്ടുന്നത് ഓർത്ത് ഒരെണ്ണം കളഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഫോൺ നോക്കിയപ്പോൾ 2 മിസ് കോൾ കിടക്കുന്നു. പരിചയമില്ലാത്ത നമ്പരാണ്. ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പുറത്തുനിന്ന് ഒരു സ്ത്രീ ശബ്ദം. ഇത് അപ്പു അല്ലേ? ഞാൻ അപ്പുവിൻ്റെ വീടിൻ്റെ പുറകിൽ താമസിക്കുന്ന രമചേച്ചിയാണ്. ആ ചേച്ചി, എനിക്ക് മനസ്സിലായി. എന്താ വിളിച്ചത്? അപ്പു ഇവിടം വരെ ഒന്ന് വരുമോ? ഞാൻ ചോദിച്ചു, എന്തിനാ ചേച്ചി? മാർക്കറ്റിൽ പോയി കുറച്ച് മീൻ വാങ്ങാനാണ്. ആ ഞാൻ ഇപ്പോൾ വരാൻ ചേച്ചി. ഞാൻ ബൈക്കെടുത്ത് നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. ചേച്ചി വന്ന് കതക് തുറന്നു. ആ നീ ഇരിക്ക്, ഞാൻ പൈസ എടുത്തിട്ട് ഇപ്പോൾ വരാം. ചേച്ചി പൈസ എടുക്കാൻ പോയിട്ട് കുറച്ച് നേരമായി, ഇതുവരെ വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ വിളി കേട്ടു. എടാ അപ്പു, നീ ഒന്ന് ഇവിടെ വരെ വന്നേ. ഈ കതക് ലോക്കായെന്ന് തോന്നുന്നു, തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെന്ന് ഡോറ് ചെറുതായിട്ടൊന്ന് തള്ളി നോക്കി, അനങ്ങുന്നില്ല. ഞാൻ ശക്തിയായിട്ട് ഒന്ന് തള്ളി, ഡോറ് തുറന്നു. പിന്നെയും കതക് ലോക്കായി. ഞാൻ കുറേ തള്ളി, അത് ഡോറിൽ അല്ലാട്ടോ. കുറച്ച് കഴിഞ്ഞ് പൈസയും എടുത്ത് ഞാൻ മാർക്കറ്റിൽ പോയി മീനെല്ലാം വാങ്ങി ചേച്ചിക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ എൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഞാൻ ഫോൺ എടുത്തു. എടാ അപ്പു, ഞാൻ രമചേച്ചിയാണ്, നീ ഉറങ്ങിയായിരുന്നോ? ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, ഞാൻ ഉറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ. ചേച്ചി എന്താണ് വിളിച്ചത്? ഒന്നുമില്ല അപ്പു, ഞാൻ വെറുതെ വിളിച്ചതാ, ചുമ്മാ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. പെട്ടെന്ന് ഫോണ് കട്ടായി. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഫോണ് ചാർജ് തീർന്ന് ഓഫായതായിരിക്കും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വിളിച്ചു നോക്കാം, എന്തായാലും കറണ്ട് ഉണ്ടല്ലോ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു നോക്കി. ഫോണ് അപ്പോഴും സ്വിച്ച് ഓഫാണ്. ഞാൻ വിചാരിച്ചു, എന്ത് പറ്റി? എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം, എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. ഞാൻ വീടിൻ്റെ അടുക്കള വഴി പുറത്തിറങ്ങി. അപ്പുറത്തെ വീടിൻ്റെ മുമ്പിലെത്തി. വീടിൻ്റെ മുമ്പിൽ ചെറിയൊരു മങ്ങിയ വെട്ടം മാത്രമേ ഉള്ളൂ. ഗേറ്റ് തുറന്നു കിടപ്പുണ്ട്. ഞാൻ ഉള്ളിൽ കയറി സിറ്റൗട്ടിൽ നോക്കിയപ്പോൾ അതാ ചേച്ചി സിറ്റൗട്ടിൽ നിൽക്കുന്നു. ചേച്ചി പതിയെ എന്നോട് പറഞ്ഞു, നീ വന്നേ, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. നിനക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്.
ഗൈസ്, നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ.